കുരിശിന്റെ വഴി ഈശോ വീണ വഴി മാത്രമല്ല, സഹിച്ച വഴി മാത്രമല്ല, വീണെടുത്ത് എഴുന്നേറ്റ് നടന്ന വഴിയാണ്, വേദനയെ അനുഗ്രഹമാക്കിയ വഴിയാണ്. കാൽവരി മല ഈശോ മരിച്ച മല മാത്രമല്ല, മരണത്തെ തോൽപ്പിച്ച മല കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ വേദനയുടെ വഴികൾ, വീഴ്ചയുടെ വഴികൾ അനുഗ്രഹത്തിന്റെ വഴിയാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മരണം പോലും അനുഗ്രഹമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നതാണ്. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ, സത്യം അറിഞ്ഞിട്ടും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത പീലാത്തോസ്, സത്യം നിഷേധിക്കുന്ന എല്ലാ വ്യക്തികളും ആരെയോ ഏതോ നിഷ്കളങ്കനെയോ കാൽവരി മലയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കുറച്ച് സത്യം പറഞ്ഞതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല, മുഴുവൻ സത്യവും പറയണം. കുറെ സത്യം പറയുകയും കുറച്ച് നുണയും പറയുകയും ചെയ്യുന്നവന്റെ പേര് പിശാചെന്നാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും കുറച്ച് സത്യം പറഞ്ഞ് ഒരു കാര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. മുഴുവൻ സത്യവും സ്വീകരിക്കാനുള്ള തുറവി ഉണ്ടാകട്ടെ. മറ്റാരും വിധിക്കാത്ത, ദൈവം വിധിക്കാത്ത പലരും നമ്മൾ നമ്മുടെ മനസ്സിന്റെ കോടതി മുറികളിൽ വിചാരണ ചെയ്യുന്നുണ്ട്. അവരെ വെറുതെ വിടാനായിട്ട് പ്രാർത്ഥിക്കും. രണ്ടാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നതാണ്. ഈശോയുടെ കുരിശ് മരമല്ല, മരക്കഷ്ണമല്ല, മരത്തിന്റെ ഭാരമല്ല, അതൊരു ഉത്തരവാദിത്വത്തിന്റെ ഭാരമാണ്. ഒരപ്പൻ വീട് നന്നാക്കാൻ, മക്കളെ രക്ഷപ്പെടുത്താനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരപ്പൻ കുരിശ് ചുമക്കുന്ന ഒരപ്പനാണ്. കുടുംബത്തിനെ നേരെ നടത്താനും സഹായിക്കാൻ ഒരു മകൻ, മകൾ ജോലിയെടുക്കുന്നു, ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നു. ഒരു അച്ഛൻ, ഒരു സിസ്റ്റർ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുമ്പോൾ അവർ കുരിശെടുക്കുന്നു. അതുകൊണ്ട് കുരിശെടുക്കാന്ന് പറയുന്നത് മലയാറ്റൂര് മലയിൽ മരക്കഷ്ണം വെച്ച് പോയാൽ തീരില്ല. അത് ഉത്തരവാദിത്വം എടുക്കാത്തവരാരും കുരിശിന്റെ വഴി നടക്കുന്നില്ല. ഇനി എങ്ങനെയാണ് ഈശോയ്ക്ക് കുരിശ് യാത്ര എളുപ്പമായത്? ഒരമ്മയ്ക്കും തന്റെ തോളിലെ കുഞ്ഞ് ഭാരമല്ല, സ്നേഹമാണ്. ഒരു വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ അമ്മയ്ക്ക് മടുപ്പ് തോന്നാറുണ്ട്. വെയിറ്റ് ഇത്രയാന്ന് കിലോ എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കുഞ്ഞിനെ എടുത്ത് പൊക്കുന്ന, തോളത്ത് വെക്കുന്ന, മടിയിലിരുത്തുന്ന അമ്മ വെയിറ്റ് അറിയാറില്ല, സ്നേഹമാണ്. കുരിശിന്റെ ഭാരം കൂടുന്നത് കുരിശിന് ഭാരമുള്ളത് കൊണ്ടല്ല, സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടാണ്. നിങ്ങൾ എന്തിനെ ഓർത്താണോ ഭാരപ്പെടുന്നത്, ആ ഭാരം കുറയ്ക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്നേഹം കൂട്ടുക. ഈശോ കുരിശിന്റെ വഴിയിൽ വീഴുന്നതാണ് മൂന്നാം സ്ഥലം. വീഴുക സ്വാഭാവികമാണ്, വഴി തെറ്റുന്നതാണ് പ്രശ്നം. വീഴും, പക്ഷെ വഴി തെറ്റരുത് എന്ന് പറഞ്ഞാൽ വീഴുമ്പോഴുള്ള റിയാക്ഷൻ, വീഴുമ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നതാണ് വഴി തെറ്റുന്നത്. ഒരു സങ്കടം വരാം, പക്ഷെ ആ സങ്കടം നിരാശയാകാതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അനുഗ്രഹം. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് കാണാം. കുരിശിന്റെ വഴിയിൽ പിശാച് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈശോ വീണത് പിതാവിന്റെ വിരിച്ചു പിടിച്ച കരങ്ങളിലേക്കാണ്. കുരിശയാത്രയിൽ ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അപ്പാ ഞാൻ വീഴും, പക്ഷെ നിന്റെ കയ്യിലേക്ക് വീഴാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഈശോന്റെ വഴിയിൽ നാലാം സ്ഥലം മാതാവിനെ കണ്ടുമുട്ടുന്നതാണ്. ഈശോയ്ക്ക് പോലും ഒരു അമ്മയുടെ പ്രസൻസ് വേണമായിരുന്നു. നമുക്ക് ഈ ലോകത്ത് സ്നേഹിക്കുന്ന ആരെങ്കിലൊക്കെ വേണം. എല്ലാം സ്വർഗം തരൂ എന്ന് പറയണതൊന്നും അല്ല, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ അല്ല. ശരി, പ്രാർത്ഥന വേണം, പക്ഷെ മാനുഷികമായ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അത് കുറവ് തന്നെയാണ്. അത് ഉണ്ടാകട്ടെ. അമ്മയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈശോയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ വലിയവരാകേണ്ടവരാണ്, വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അമ്മമാര് അപ്പന്മാരൊക്കെ അങ്ങനെ ചിന്തിക്കണം. കുരിശിന്റെ വഴിയിലെ അമ്മയുടെ യാത്ര കാലിത്തൊഴുത്തിൽ നിന്ന് കാലുവരിയിലേക്കുള്ള യാത്രയാണ്. ഒരു സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ളത്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, പ്രസവിക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീ അമ്മയാകുന്നില്ല. മക്കളുടെ കാലുവരി യാത്രയിൽ സ്നേഹമായും അനുഗ്രഹമായും കണ്ണെടുക്കാതെ പുറകെ നടക്കുന്ന സ്ത്രീയുടെ പേരാണ് അമ്മ. മറിയം അമ്മയായത് കാലിത്തൊഴുത്തിലല്ല, കാൽവരിയിലാണ്. നമ്മുടെയൊക്കെ നാട്ടിലും വീടുകളിലും കൂടുതൽ അമ്മമാരുണ്ടാകട്ടെ, അതിന് പ്രാർത്ഥിക്കാം. കുരിശിന്റെ വഴിയിൽ അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പടയാളികളെ ശിമയോനെ കുരിശെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ ശിമയോൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ എന്തിനാണ് ഈ പാപിയുടെ കുരിശ് ചുമക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ശിമയോൻ അറിയില്ല, ഇത് അവന്റെ കൂടി പാപത്തിന്റെ കുരിശാണ്. നമ്മൾ പറയണില്ലേ, ഞാൻ മടുത്തു, എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ പല ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. പാപം, വഴിതെറ്റിയ ജീവിതം, ഓർഡറില്ലാത്ത ജീവിതം, അശ്രദ്ധ, അതിലൂടെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തിയ കുരിശുകൾ. കർത്താവിനെ കുറ്റം പറയരുത്. ഒരാൾ കള്ളു കുടിച്ച് ലിവർ സിറോസിസ് വന്നിട്ട് കർത്താവ് എന്ന കുരിശാണെന്ന് പറയുന്ന പോലെയാണ്. ശിമയോൻ അറിയില്ല, ഈ കുരിശ് അവന് തന്നെ രക്ഷയുടെ കുരിശാണ്. നമുക്കുള്ള ചില അവസ്ഥകൾ, നമുക്കെല്ലാം ചില വളരെ വളരെ യുണീക്ക് സങ്കടങ്ങളില്ലേ, നമ്മളെ ശരിക്കും അനുഗ്രഹിക്കുന്നത് ഈ വേദനകളാണ്. നമ്മളാക്കുന്നത് ഈ പാനപാത്രങ്ങളാണ്. ചില പാനപാത്രം ഒഴിഞ്ഞു പോകില്ല, കുടിക്കേണ്ടത് തന്നെ.
കുരിശിന്റെ വഴിയിൽ ദൈവം അനുവദിക്കുന്ന ശിമെയോന്റെ സഹായം ഒരിക്കലും സ്വീകരിക്കാതിരിക്കരുത്. ഈശോ പോലെ സ്വീകരിച്ചില്ല. ആർക്കും സഹായം വേണ്ടാത്തത്? മറ്റുള്ളവരുടെ കാല് കഴുകുന്നത് പോലെ തന്നെ ഒരു പുണ്യമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കാല് കഴുകാൻ നീട്ടിവെക്കുന്നത്. സെൽഫ് കെയർ വേണം. നമ്മളെ ശ്രദ്ധിക്കണം, ഉപദേശങ്ങൾ സ്വീകരിക്കണം, മറ്റുള്ളവരെ നമ്മളെ പഠിപ്പിക്കട്ടെ. നമ്മളെ കഴുകുന്ന ഒരു പുഴ പോലും ഇനി കുളിച്ചു കയറാതിരിക്കരുത്. നമ്മളെ കഴുകുന്ന ഒരു മഴ പോലും ഇനി നനയാതിരിക്കരുത്. കുരിശിന്റെ വഴിയിൽ 6-ാം സ്ഥലം വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നതാണ്. എനിക്കത് എന്തൊരു ധൈര്യമാണ് സ്ത്രീക്ക്. വെറോനിക്ക എന്ന വാക്കിന്റെ അർത്ഥം ട്രൂ ഐക്കൺ എന്നാണ്, ട്രൂ ഇമേജ്. ജീവിതം കൊണ്ടാണ് അവൾ ആ പേര് സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു ഈശോയുടെ തിരുമുഖം തുടച്ചവൾക്ക് വെറോനിക്ക എന്ന് പേര് കിട്ടുകയാണ്. ഈശോയുടെ മുഖം ഹൃദയത്തിൽ, ജീവിതത്തിൽ, കൈകളിൽ പതിപ്പിക്കുന്ന എല്ലാവർക്കും വെറോനിക്ക എന്ന് പേര് കൊടുക്കും. സത്യത്തിൽ ഈ സ്ത്രീ വരുന്നത് നമ്മുടെ പള്ളിയിലേക്ക് ബിഷപ്പ് വരുമ്പോൾ ബൊക്കെ കൊടുക്കാൻ പോണ സ്ത്രീയൊന്നുമല്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന പടയാളികൾക്കിടയിൽ ധൈര്യത്തോടെ തൂവാലയെടുത്ത് ചെല്ലുന്ന സ്ത്രീയുടെ പേര് വെറോനിക്ക എന്നാണ്. ചില തൂവാലകൾ നമുക്ക് ആവശ്യമാണ്. ചില പാട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, പ്രസംഗമായിരിക്കാം, ചില കൂട്ടുകാരായിരിക്കാം, ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നതായിരിക്കാം. ഉന്മേഷം വീണ്ടെടുക്കാനായിട്ട് ചില തൂവാലകൾ നമ്മൾ കയ്യിലെടുക്കണം. നമ്മളും മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും തുടയ്ക്കുന്ന തൂവാലയായി മാറിയാലോ? കുരിശിന്റെ വഴിയിൽ ഈശോ 2-ാം പ്രാവശ്യം വീഴുന്നതാണ് 7-ാം സ്ഥലം. വീഴുന്നു, വീണ്ടും വീഴാണ്. ഒരു തീരുമാനം എടുത്തിട്ടും വീണ്ടും തോറ്റുപോയി. അപ്പം മടുക്കേണ്ട കാര്യമില്ല. വളരെ ആഗ്രഹത്തോടെ ഇനി ഒരിക്കലും എന്നൊക്കെ ഓർത്ത് ചെയ്തതാ, പക്ഷെ പാളിപ്പോകാം. പേടിക്കണ്ട. എനിക്കൊന്ന് ഈശോ ഈ മണ്ണിലേക്ക് വീണു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായവനാണ്. ഈ മണ്ണിൽ നിന്ന് വന്ന ദുർബലനായവന്റെ മേൽ ഊതിയതാണ് ജീവനുള്ള മനുഷ്യൻ. അവൻ മണ്ണിലേക്ക് വീണപ്പോൾ ദുർബലനായ മനുഷ്യനെ കെട്ടിപ്പിടിച്ച പോലെയാണ് തോന്നുന്നത്. വീണ്ടും നഷ്ടപ്പെട്ട റൂഹായെ തിരിച്ചു കൊടുക്കാൻ അവൻ ഈ മണ്ണിൽ കിടന്ന് ഊതിയിട്ടുണ്ടാവും. നമ്മുടെ ദുർബലമായ അവസ്ഥകളിൽ അവൻ നമ്മളെ വാരി പുണരുന്നുണ്ട്, ആത്മാവിനെ വീണ്ടും തരുന്നുണ്ട്. 8-ാം സ്ഥലം ഈശോമിശിഹായെ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതാണ്. നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത നമ്മളാണ് വേദനിച്ചിരിക്കും ആശ്വസിപ്പിക്കുന്നത്. അതൊരു അപാരം മെന്റൽ ഹെൽത്ത് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നത്, ഇമോഷണൽ ആകുന്നതൊക്കെ കുറെ ഇങ്ങനെ അടക്കി വെച്ച സങ്കടത്തിന്റെ പേരിലാണ്. എനിക്കൊന്നും മെന്റൽ ഹെൽത്ത് വൈസ് നമ്മൾ കുറച്ചുകൂടി ബലം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊരാളോട് സങ്കടം പറയണപ്പോഴാണ് നമ്മളെ ജഡ്ജ്മെന്റിലല്ലാതെ കേൾക്കും. അവർക്ക് അല്പം മാനസിക ബലമുണ്ട് തോന്നുമ്പോഴല്ലേ. നമുക്ക് കുറച്ചുകൂടി ബലം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഈ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നത്, ജെറുസലേം തകർക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മക്കളെയൊക്കെ ഓർത്ത് വിഷമിക്കണമെന്ന് പറയുന്നത്. അതിന്റെ കാരണമുണ്ട്. രക്ഷകന്റെ സന്ദർശന ദിനം അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാത്തവർ കരയേണ്ടി വരും എന്നുള്ളതാണ്. ദൈവം ഇടപെടുന്ന വഴികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിനോർത്ത് സങ്കടപ്പെടേണ്ടി വരും. കുരിശിന്റെ വഴിയിൽ 9-ാം സ്ഥലം ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നതാണ്. ആവർത്തിച്ച് ഒരാൾ വീണ് കഴിയുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും വീണവനും തോന്നും ഇനി എഴുന്നേക്കാൻ പറ്റില്ലെന്ന്. ഒരു വീഴ്ചയും യാത്രയുടെ അവസാനമല്ല നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഈശോ. ഒരു വീഴ്ചയും യാത്രയുടെ അവസാനമല്ല. എനിക്ക് തോന്നുന്നു തോറ്റു നിൽക്കുന്ന കുറെ പേരുണ്ട്. ജയിക്കാൻ 40 മാർക്കാണ് വേണ്ടതെങ്കിൽ 38 കിട്ടിയവനും തോറ്റവനാണ്. ജയത്തിലേക്ക് 2 മാർക്ക് മതി. ജയിച്ചെന്ന് പറയുന്ന പലർക്കും 40 മാർക്ക് കിട്ടിയെങ്കിൽ തോക്കാൻ 2 മാർക്ക് കുറഞ്ഞാൽ മതി. ആരും എന്നേക്കുമായി തോറ്റിട്ടില്ല, ആരും എന്നേക്കുമായി ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും ഭാരപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കുരിശിന്റെ വഴിയിലെ 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ഒരാളെ അപമാനിച്ച് അങ്ങേയറ്റം അവൻ ജീവിക്കേണ്ടാത്ത പോലെ ആയിപ്പോണ അവസ്ഥയാണ്. തുണിയൊക്കെ ഉരി എല്ലാവരും വിളിച്ച് കളിയാക്കുക. തൊലി ഉരിയുമ്പോൾ പഴിക്കുമ്പോൾ എന്ന് കേട്ടിട്ടില്ലേ? തൊലി ഉരിയണ പോലെ വർത്താനം പറയണവരുണ്ട്. അങ്ങേയറ്റം കളിയാക്കിണ്ടല്ലോ ചില അച്ഛന്മാര്, ചില ആളുകള്. അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇല്ലാവചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ ഭാരപ്പെടുത്തി കളയാണ്. നമ്മുടെ വീട്ടുകാർ, നാട്ടുകാരൊക്കെ സോഷ്യൽ മീഡിയ വിചാരിച്ചാലും മറ്റു ചിലർ വിചാരിച്ച് നമ്മളൊക്കെ എന്ത് വേണേലും എഴുതാം സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ പരിഹസിക്കപ്പെടുമ്പോഴും തളരാതിരിക്കണമെങ്കിൽ ഉള്ളിൽ വേണ്ട ഒരു കരുത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഈശോയുടെ കണ്ണിലെ തിളക്കം പോകാതിരുന്നതും തല കുനിയാതിരുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഈശോ പറയാം, നിനക്ക് എൻ്റെ പുറത്തുള്ള ഈ ഡ്രസ്സിൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ. എൻ്റെ അകത്ത് എൻ്റെ അപ്പൻ തയ്ച്ചിട്ടൊരു അങ്കിയുണ്ട്, അതൊന്ന് തൊടാൻ നിനക്ക് പറ്റില്ല. നമ്മൾ അങ്ങനെ പറയണം. മറ്റുള്ളവർ തളർത്താൻ നോക്കുമ്പോഴും മറ്റുള്ളവർ വിഷമിപ്പിക്കാനും പറയണം, നിനക്ക് എൻ്റെ പുറത്ത് മാത്രമേ തൊടാൻ പറ്റുള്ളൂ, എൻ്റെ അകത്ത് എനിക്ക് വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഈ ബലം. കുരിശിന്റെ വഴിയിലെ 11-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത്
കുരിശിൽ തറയ്ക്കപ്പെടുന്നതാണ്. എല്ലാവരും സ്വാതന്ത്ര്യം വേണമെന്ന് പറയണവരല്ലേ? എനിക്ക് ഫ്രീഡം വേണം, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടരുതെന്ന് പറയുമ്പോൾ രക്ഷകൻ ദൈവപുത്രൻ ഇങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും സറണ്ടർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ദൈവത്തിന് സറണ്ടർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. തിന്മ സ്വാധീനിക്കുന്ന വ്യക്തി എങ്ങനെ ഫ്രീ ആന്ന് പറയണത്? ഒരാൾക്ക് നല്ല തടിയുണ്ട്, മിടുക്കുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. പക്ഷെ തിന്മ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കുക. അവൻ ആരാ കൺട്രോൾ ചെയ്യണത്? വേറൊരാളല്ലേ. അപ്പൊ എങ്ങനെയാ അവർ ഫ്രീ ആവുന്നത്? നമ്മൾ ശരിക്കും ഫ്രീ ആണോ? ആക്ച്വലി ഫ്രീ. ദൈവത്തിന് മുഴുവനും സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന കൃപയുടെ പേരാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് എല്ലാം ദൈവത്തിന് സറണ്ടർ ചെയ്യും. കുരിശിന്റെ വഴിയിലെ 12ാമത്തെ സ്ഥലമാണ് ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നത്. ക്രൂശാകുന്ന മേശയിൽ സ്നേഹക്കനലിൽ സ്വർഗം ഒരപ്പം ചുടുകയായിരുന്നു. സ്നേഹത്തിന്റെ അപ്പം, സ്വർഗം പാകം ചെയ്ത അപ്പം. മുഴുവൻ സ്നേഹവും അവിടെയുണ്ട്. മരണം അവസാനമല്ല, അത് കൃപയാക്കി മാറ്റുന്ന ഒരിടമായി കുരിശുമരണം മാറും. കുരിശിന്റെ വഴിയിലെ 13ാമത്തെ സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളാണ്, പ്രിയത്തെയാണ്. മാതാവിന്റെ മടിയിൽ ഈശോ ഇരുന്ന് ഭൂമിയിൽ ആദ്യത്തെ ദിവ്യകാരുണ്യ സ്വീകരണം അതായിരുന്നു, പ്രിയത്ത. അവൾ മറിയം ഏറ്റുവാങ്ങിയത് പൊടിഞ്ഞ് 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 കുരിശിൽ ചുട്ടെടുത്ത അപ്പമാണ്. കരങ്ങൾ ഇങ്ങനെ പിടിച്ച് ഈശോയെ സ്വീകരിക്കില്ലേ? നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഓർക്കേണ്ടത്, ഈ കൈകളിൽ കിടക്കുന്ന അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയെ ഓർക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കുരിശിന്റെ കീഴെ ദൈവം അനുവദിക്കുന്ന ഏത് കാറ്റും മഴയും തണലും വെയിലും കൊള്ളാമെന്നും പറഞ്ഞു നിൽക്കുന്ന ചെടിയെ പോലെ, പൂവിനെ പോലെ മറിയം നിൽക്കുക. എല്ലാം സ്വീകരിച്ചൊഴുകുന്ന പുഴ പോലെ മറിയം ഒഴുകുകയാണ്. ഏറ്റവും വലിയ കൃപ അതാണ്. ദൈവം അനുവദിക്കുന്നതെല്ലാം സ്വീകരിക്കാൻ ഹൃദയവും കരവും തുറന്നിരിക്കുന്ന അമ്മയെ പോലെ ജീവിക്കാം. കുരിശിന്റെ വഴിയിലെ 14ാമത്തെ സ്ഥലം യേശു മിശിഹായെ കല്ലറയിൽ സംസ്കരിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഒരു പ്രാർത്ഥനയും അത് ഒരിക്കലും എന്നേക്കുമായിട്ട് കുഴിച്ചിടാൻ പറ്റില്ല. ഒരു നന്മയും ഏറെ നാളത്തേക്ക് കുഴിച്ചിടാൻ പറ്റില്ല. നന്മയെ, പ്രാർത്ഥനയെ, ത്യാഗത്തെ കുഴിച്ചിടുന്നവർ ഓർക്കണം, അവർ വിത്തുകളാണ് കുഴിച്ചിടുന്നതെന്ന്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അടുത്തൊരു മഴയിൽ ഇത് വിത്ത് മുളയ്ക്കും. നിങ്ങൾക്ക് നന്മയുണ്ടോ? ത്യാഗപൂർവ്വം ചില കാര്യം ചെയ്തിട്ടുണ്ടോ? അത് മുളയ്ക്കാതിരിക്കില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 14 സ്ഥലങ്ങൾ അനുദിന ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ വഴികളായി മാറട്ടെ.